കാസർഗോഡ് തലപ്പാടിയിൽ കർണാടക RTC ബസ് അപകടത്തിൽ 6 പേർ മരിക്കാനിടയായ സംഭവം ഡ്രൈവറുടെ അശ്രദ്ധയാണ് എന്ന് കണ്ടെത്തി. അമിത വേഗതയും അശ്രദ്ധയും അപകടത്തിന് കാരണമായി. ഗുരുതരമായ പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായം നൽകും. ഡ്രൈവർക്കെതിരെ കർണാടക RTC അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജോസഫ് അഗസ്റ്റിനാണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകുന്നത്. ജോസഫെ, ഡ്രൈവറുടെ അശ്രദ്ധയാണ് കാരണമല്ലേ? കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഡ്രൈവറുടെ അശ്രദ്ധയാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ഇന്നലെ കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത്. ഈ നിജലിംഗപ്പ ചാവലടി എന്നാണ് ഇയാളുടെ പേര്. 14 വർഷമായി ഈ കോർപ്പറേഷനിൽ ഇയാൾ ഡ്രൈവർ ജോലി ചെയ്തു വരികയായിരുന്നു. 3 വർഷത്തിലധികമായി മംഗലാപുരം കാസർഗോഡ് റൂട്ടിൽ ജോലി ചെയ്തു വരികയായിരുന്ന KSRTC ഉദ്യോഗസ്ഥനാണ്. ഇത്തരത്തിൽ അശ്രദ്ധമായ ഡ്രൈവിങ്ങും അമിത വേഗതയുമാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ. എന്തായാലും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. ഡ്രൈവർക്കെതിരെ അന്വേഷണം ഉണ്ടാകുമെന്നാണ് RTC അധികൃതർ, കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് ധനസഹായം നൽകുമെന്നും ഇന്നലെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് കൂടുതൽ വിശദമായ തെളിവെടുപ്പുകളും മറ്റ് കാര്യങ്ങളും വകുപ്പ് നടത്തുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ കേരള RTOയും ഇത്തരത്തിൽ ഈ അപകടം സംബന്ധിച്ച് ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. ഇതിൽ കുറെ അധികം കാര്യങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് 6 ലൈൻ റോഡ് അപ്രത്യക്ഷമായി അവസാനിക്കുന്നതാണ്. ഇത്തരത്തിൽ 6 വരി പാതയിൽ നിന്നും 4 വരി പാതയിലേക്ക് പെട്ടെന്ന് കടക്കുന്നതാണ് ഈ ഡ്രൈവർമാർക്ക് ഇത്തരത്തിൽ ഒരു ഈ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇത് കാരണം റോഡിൽ വഴുക്കൽ കൂടുതലായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഭാഗത്ത്, ഹൈവേയുടെ ഈ ഭാഗത്ത് കാഴ്ച കുറയുന്നതും ഈ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി പോലീസ് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഡ്രൈവറിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി ഈ കേരള RTOയും അതുപോലെ തന്നെ കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും കണ്ടെത്തുകയുണ്ടായി. ഇയാൾക്കെതിരെ അന്വേഷണം ഉണ്ടാകും. അശ്രദ്ധയും അമിത വേഗതയുമാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രധാനമായും പറയുന്നത്. മാത്രവുമല്ല, സർവീസ് റോഡിലൂടെ പോകേണ്ടിയിരുന്ന വാഹനം സർവീസ് റോഡിൽ നിന്ന് മാറി ഇത്തരത്തിൽ പ്രധാന പാത വഴി ഉപയോഗിച്ചതും ഈ അപകടത്തിന് കാരണമായി എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും. ഡ്രൈവറെ അടക്കം ചോദ്യം ചെയ്യും. ഇന്നലെ അറസ്റ്റ് ഉൾപ്പെടെ ചെയ്ത് വിട്ടയച്ചിരുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായ അപകടത്തിൽ 6 പേരാണ് മരിച്ചത്. ഇപ്പോഴും 2 പേർ ഗുരുതരമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. മരിച്ചവരെല്ലാം തന്നെ കർണാടക സ്വദേശികളാണ്, KC റോഡ് സ്വദേശികളാണ്. ഇവരുടെ 6 പേരുടെയും മൃതസംസ്കാര ചടങ്ങുകളും ഇന്നലെ വൈകിട്ടോടുകൂടി, ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചത്. 2 പേരുടെ മൃതസംസ്കാര ചടങ്ങുകൾ ഇന്നലെ രാത്രി തന്നെ പൂർത്തീകരിച്ചിരുന്നു. ബാക്കിയുള്ളവരുടെ മൃതസംസ്കാര ചടങ്ങുകൾ ഇന്ന് 10 മണിയോടുകൂടി തന്നെ നടക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ 2 പേരാണ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത്. ഇവരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഡ്രൈവർക്കെതിരെ അന്വേഷണം ഉണ്ടാകുമെന്ന് ഇരു വിഭാഗവും ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് കൂടുതൽ പരിശോധനകളും ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാളിദാസ്. ശരി, ജോസഫ് അഗസ്റ്റിനാണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകി.